ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി. അല്ലെങ്കിൽ ഈ തൊഴിലാളികളൊക്കെ മറ്റന്മാരാണല്ലേ? എടേ മനോഹര, നീ ഇത് എന്നെ തേക്കാൻ വന്നാണ് ആ മതിൽ തേക്കാൻ വന്നാണ്? എന്റെ മുന്നേ ഹെലികോപ്റ്റർ സൗണ്ടിൽ കോട്ടോ ആയിരുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് ഇത് ഞാൻ കോട്ടോ ഇട്ടല്ലെന്ന്. എടാ, ഒരു മാസം കൊണ്ട് എന്റെ വീട്ടിന്റെ മണ്ടയിൽ ഒരു ഹെലികോപ്റ്റർ കിടന്ന് കറങ്ങുന്നടാ. മുതലാളി, അത് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ട ഹെലികോപ്റ്റർ അല്ലേ? എടാ, അറിഞ്ഞൂടാത്തവന്മാരൊക്കെ ഇവിടെ കൊണ്ടിട്ട് പഠിക്കാതെ വല്ല ഗ്രൗണ്ടിലെ കൊണ്ടിറക്കി പഠിച്ചൂടെ? ഒന്നാതേ മുതലാളിക്ക് ബുദ്ധിയില്ല. അല്ല, ബുദ്ധി ഉണ്ടായിരുന്ന ആരെങ്കിലും വീട്ടിന്റെ ഫ്രണ്ടില് 10 അടി പൊക്കത്തിന് മതിൽ കിട്ടുമായിരുന്ന? എടാ, അതൊരു വലിയ കഥയാണ്. ഞാനൊരു 6 പെണ്ണ് കെട്ടി. അയ്യോ, അപ്പൊ ഇത് കഥയല്ല, പിന്നെ ഇത് ബെഡ് സീരീസ്. എടാ, സീരിയല്ലെന്ന്. സീരിയൽ? എടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണു. ഞാൻ 6 പെണ്ണ് കെട്ടി. അതിൽ 5 അവളുമാരും ഈ കാണുന്ന മതിലാടി കണ്ണി കണ്ടവന്മാരോടെ പോയി. ഇനി 6ാമത്തോളെങ്കിലും എന്റെ നിക്കണ്ടേ? അതിന് ഞാൻ മതില് പൊക്കം കൂട്ടി കെട്ടണിയായി. മുതലാളി, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ പെണ്ണുങ്ങളെ കാലി കെട്ടിയിരുന്നാ പോരെ? എടാ, അതിന് നേർച്ച കോഴീനല്ല ഞാൻ അകത്ത് വളർത്തുന്നത്. എന്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പോയ ഭാര്യമാര് 5-6 മക്കളുമായിട്ട് കയറി വന്ന മുതലാളി സ്വീകരിക്കോ? മനോഹര, അതെങ്ങനെ ശരിയാവും? ഒരു ബോളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഹെഡ് ചെയ്ത് മാറ്റാം. ഇത് ഒരു കൊല്ല തേങ്ങയാണ് വരുന്നതെങ്കിൽ അറിഞ്ഞോണ്ട് ആരെങ്കിലും തല കൊടുക്കും. അല്ല, അത് മുതലാളി പറയുന്നതിൽ കാര്യമുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്റെ ആദ്യ ഭാര്യ. എടാ, അവളെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്കൊരു കുളിരായിരുന്നടാ. അതെന്തോന്ന് പേര്? പുഷ്പലാംഗി. പുഷ്പലാംഗിയ? മുതലാളി പറഞ്ഞപ്പോ തന്നെ എനിക്ക് നല്ല കുളിര് വന്നു. നിനക്ക് കുളിരുണ്ടായിരുന്നു? കെട്ടി 3ന്റെ അന്ന് എന്റെ കൊങ്ങാക്കി പിടിച്ചിട്ട് എന്റെ രോമം എല്ലാം കൂടെ അവളെ ആ രാത്രി ഇങ്ങനെ പിഴുതങ്ങ് കളയും. അതെന്തിനു മുതലാളി? എടാ, ഇവക്ക് കോഴിക്കടയിലല്ലായിരുന്നോ ജോലി? ഇവളെന്റെ പപ്പും കൂടെയും പറിച്ചിട്ട് ഇവളെന്നെ ചിക്കൻ കറിയാക്കി വിറ്റനേടാ. അല്ല, മുതലാളിനെ വിൽക്കുന്നതാണ് നല്ലത്. നീ അത് പറയരുത്. വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മുതലാളി ഹൈവേയുടെ സൈഡിൽ ഒരു 50 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലേ, അത് മുതലാളി വിറ്റായിരുന്നാ? നീ മാറിയില്ല. നീ അതെന്നെ ഓർമ്മിപ്പിക്കരുത്. എടാ, ഹൈവേയിൽ ഒരു 50 സെന്റ് പെരടം ഞാൻ മേടിച്ചു. അതിന്റെ ആഘോഷത്തിൽ ഞാനൊരു ഊഞ്ഞാല് കെട്ടിയിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, മനോഹര ഒന്ന് ആട്ടി വിടടാന്ന്. ആ കാര്യം മുതലാളി ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ അന്ന് ഊഞ്ഞാലേ മുതലാളിനെ ഇങ്ങനെ ആട്ടി അങ്ങ് വിട്ടല്ലേ, ഊഞ്ഞാല് മാത്രമേ തിരിച്ചു വന്നോളൂ. മുതലാളി ഇതവിടെ പോയി. നീ ആ ആട്ടി വിട്ട ഊക്കിൽ 4 കരണം പറഞ്ഞ് ഞാൻ പോയി. അതുവഴി വന്ന നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇങ്ങനെ അങ്ങ് നിന്ന്. എന്നിട്ട് നിന്നെ ടാറ്റ കാണിച്ചെന്ന് നീ കണ്ടില്ലടാ? അയ്യോ, അത് മുതലാളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഉത്സവത്തിന് കൊണ്ടുവന്ന ഏതോ ഫ്ലോട്ട് ആയിരിക്കും. എടാ, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ആ ലോറി നേരെ ചെന്നത് കർണാടകയില്. അവിടെ നിന്ന് സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ കെട്ടിയിട്ടല്ലടാ ഞാൻ ഈ കൊണ്ടുവന്നു. അപ്പൊ അവിടെ ചെന്ന് വീണാലും 4 കാലിലേ വീണോളൂ. മുതലാളി, ഞാനൊരു കാര്യം പറയാം. മുതലാളി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെയൊക്കെ വല്ല പേരുക സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകണം. സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന്? എടാ, എന്റെ 2ാമത്തെ ഭാര്യന ദിവസവും ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയാനാണ്. എന്നിട്ട് എടാ, സിനിമയ്ക്ക് കൊണ്ടുപോയി ഇവക്ക് ഈ സിനിമാ പ്രാന്ത് അങ്ങ് കയറി. സിനിമാ പ്രാന്ത് കയറി ഇത് ആഴത്തിൽ പഠിക്കണമെന്നും പറഞ്ഞ് ഇവളൊരു സിനിമാ സംവിധായകനോടെ ഇറങ്ങിപ്പോക്കണം. മുതലാളി 3G 4G 4G 3ാമത്തെ ഭാര്യ. പക്ഷെ അവളെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു അവളെ എന്റെ കയ്യിൽ നിന്ന് പോകുന്നു. അതെങ്ങനെ മുതലാളിക്ക് അറിയായിരുന്നു? എടാ, അവളെ ഞാൻ ആദ്യ രാത്രി ചെന്നിട്ട് കഥവൊക്കെ അടച്ച് നൈസിനൊരു ഉമ്മ അങ്ങ് കൊടുത്തു. സ്വാഭാവികം. എന്നിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു, സുലോചനെ, ഞാൻ ഈ ഉമ്മ തന്ന വിവരം നിന്റെ കെട്ടിയോൻ അറിയല്ലേന്ന്. എടാ, എവളെന്തിനു ചെയ്തെന്നറിയാമോ? എവള് എന്റെ എടുത്ത വായിൽ എന്റെ അടുത്ത് പറയണ്, ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ അണ്ണാ? എന്റെ പൊന്നെ, എന്റെ ചങ്ക് തകർന്നു പോയടാ. മുതലാളിക്ക് ഈ ദൈവഭക്തി ഇല്ലാത്തോണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാമോ? നീ അതൊന്നും പറയണ്ട. ദൈവഭക്തി ഉള്ളൊരു പെണ്ണിനെ ഞാൻ കെട്ടി. എന്നിട്ട് എടാ, അവക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളു, ഞാൻ അവള് അമ്പലം, ഞാൻ അവള് അമ്പലം. ഇതായിരുന്നു എന്റെ ജീവിതം. അതെ, പിന്നെ എന്ത് സംഭവിച്ച? എടാ, ഇതിന്റെ ഇടയിൽ ഒരു കണ്ണി വന്ന് കേറി. അതേത് കണ്ണി? എടാ, ഞാൻ അവള് ആട്ടോക്കാരൻ അമ്പലം, ഞാൻ അവള് ആട്ടോക്കാരൻ അമ്പലം. എന്നിട്ട് എടാ, ഇത് പിന്നെ ഞാൻ പതുക്കെ അങ്ങ് മാറി. എന്നെ അവളങ്ങ് മാറ്റി. പിന്നെ അവള് ആട്ടോക്കാരൻ അമ്പലമായി. പിന്നെ അമ്പലം അങ്ങ് മാറി. എവളും ആട്ടോക്കാരന് സെറ്റായി എവിടെ പോയി ജീവിക്കണടാ. മുതലാളിക്ക് വേണ്ടെന്ന് പറഞ്ഞാല് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പെണ്ണിനെയാണ് മുതലാളിക്ക് ആവശ്യം, അറിയാമോ? തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സ് തുറന്നു പറയാൻ പറ്റുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടി. എന്നിട്ട് എടാ, ആദ്യ രാത്രി തന്നെ ഈ 4 അവളുമാര് പോയ കഥയെ ഞാൻ മനസ്സ് തുറന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. 4 നോക്കാൻ പറ്റാത്ത നീയാണടാ ഇനി എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചോണ്ടായിരുന്നു ഇതുവഴി അവള് പോയത്. മുതലാളി പോകുന്നവരങ്ങ് പോട്ട് മുതലാളി. ഇപ്പോഴത്തെ കർണാടകയിലെ ചേച്ചി ഉണ്ടല്ലേ, ഇതേപോലെ ഒരു ഐശ്വര്യമുള്ളൊരു ചേച്ചിനെ ഈ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല, അറിയാമോ? സത്യം, അവളെന്റെ വിളക്കാണ്ട ഈ വീട്ടിലെ കർണാടക വിളക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവള് രാവിലെ എന്റെ ടെറസിന്റെ മണ്ടേ കയറിയിട്ട് ഒരു പട്ടം പറത്തുന്ന സീനുണ്ട്. അത് കണ്ടു കഴിഞ്ഞാ ഉണ്ടല്ലേ സത്യം കുളിരങ്ങ് കോരുവടാ. തന്നെ യുവമാർ ഈ ഹെലികോപ്റ്റർ വിട്ട് പഠിപ്പിച്ച് തീർന്നില്ലേ മുതലാളി? ശരി തന്നെയല്ലേ? നേരം കൊണ്ട് കറങ്ങണ്ട. മുതലാളിയുടെ ഭാര്യ ഹെലികോപ്റ്റർ പഠിക്കുന്നുണ്ടാ? അവളെങ്ങനെ പഠിക്കാനൊന്നും തൂങ്ങി പോണു. അവളത് ഹെലികോപ്റ്റർ പഠിക്കാൻ പോണല്ലടാ. എടാ, നമ്മള് 10 അടി പൊക്കമുള്ള മതിൽ പണിയുന്നെന്ന് അറിഞ്ഞ് അവള് ഹെലികോപ്റ്റർ തൂങ്ങി ഒളിച്ചോടാ. മുതലാളി, അപ്പൊ പട്ടത്തിന് പോലും പ്രേമലേഖനോടെ വിട്ടോണ്ടിരുന്നത്? മനോഹര മുതലാളി.